ഗിൽറ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത്, നീ എന്നെ ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ നീ ഇതൊരിക്കലും എന്നോട് ചെയ്യില്ലായിരുന്നു. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത്. നീ ഒരിക്കൽ പോലും എൻ്റെ വികാരങ്ങളെ മാനിച്ചിട്ടില്ല. നീ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക, ഇതൊരു തരത്തിലുള്ള ട്രാപ്പിംഗ് ആണ്. ഇതിനെയാണ് നമ്മൾ ഗിൽറ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത്, ഒരാളുടെ വികാരത്തെയും അവരുടെ പെരുമാറ്റത്തെയും മാറ്റാനും നിയന്ത്രിക്കാനും വേണ്ടി മറ്റൊരാള് ഗിൽട്ട് തോന്നുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക. എന്നിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ പാർട്ട്ണറിന്റെ സ്വഭാവത്തെയും അവരുടെ വികാരങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനസിക തന്ത്രം. എപ്പോഴും ഒരു റിലേഷൻഷിപ്പിലെ ആവശ്യം ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും റെസ്പെക്റ്റും ആണ്. ഇത്തരത്തിലുള്ള ഗിൽറ്റ് ട്രാപ്പിംഗ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റർബൻസും ഉണ്ടാകും. സോ നിങ്ങൾ ഗിൽറ്റ് ട്രാപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗിൽറ്റ് ട്രാപ്പിംഗിന്റെ വിക്ടിം ആണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ വികാരത്തെയും നിങ്ങളുടെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കാൻ മറ്റാരെയും അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.